എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മൂർത്തി മുത്തശ്ശനും ആദർശനും നയനയും മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, അതെ, എനിക്ക് നിന്റെ പേരിൽ അറിയപ്പെടാനാ ഇനി താല്പര്യം എന്ന് പറയാണ്. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, അങ്ങനെ പറയരുത് മുത്തശ്ശ, എനിക്ക് മുത്തശ്ശന്റെ പേരിൽ അറിയപ്പെടാനാ ഇപ്പോഴും താല്പര്യം, മൂർത്തി മുത്തശ്ശന്റെ പേരില്. മുത്തശ്ശൻ പറഞ്ഞു, അതിന്റെ കാര്യമില്ല. കാരണം ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അറിയാലോ, ആദ്യം ഞാൻ എന്റെ അച്ഛന്റെ പേരിൽ അറിയപ്പെട്ടിരുന്നത്, പിന്നീട് ഞാനായിട്ടാണ് ജ്വല്ലറി വളർത്തിക്കൊണ്ടത്, പിന്നീട് എന്റെ പേരിലാണ് ജ്വല്ലറി അറിയപ്പെടുന്നത്. ഇനിയിപ്പം എന്റെ പേരക്കുട്ടിയായി നിന്റെ പേര് വേണം ഞാൻ അറിയപ്പെടാനെന്ന് പറയണം. നിനക്കറിയാലോ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തൊട്ടുള്ള ജ്വല്ലറിയാണ് എന്റെ പിതാക്കന്മാരായിട്ട് തുടങ്ങി വെച്ചാണ്. ഇന്ന് ആ സ്ഥാപനം ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുക. അപ്പൊ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വന്നേ മതിയാവുള്ളൂ എന്ന് പറയാം. ആദർശ് പറഞ്ഞു, എന്തൊക്കെയാണല്ലോ ശരി, എനിക്ക് മുത്തശ്ശന്റെ പേരിൽ അറിയപ്പെടാൻ ഇഷ്ടം എന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പം അതിന്റെ തർക്കങ്ങളൊന്നും വേണ്ട. അല്ല, നിങ്ങൾ ടൂർ പോകുന്ന കാര്യത്തെ കുറിച്ച് പറ. അല്ല, എങ്ങോട്ടാ, മൂന്നാറിലേക്ക് മറ്റാണോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, അങ്ങനെ മൂന്നാറിൽ പോകാനായിട്ടാ തീരുമാനിച്ചിരിക്കുന്നു പറയാണ്. പിന്നീട് നയനയോട് പറഞ്ഞതേ, പോന്ന് നോക്കളാം, തിരിച്ചു വരുമ്പോ രണ്ടുപേരും കറുത്ത മുഖമായിട്ട് വരില്ല കേട്ടോ, രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടി വേണം വരാനെന്ന് പറയാം. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മുത്തശ്ശി, എന്താണെങ്കിലും ഞങ്ങൾ രണ്ടും നല്ല സന്തോഷത്തിലാ. ആ പോകുന്നതിന്റെ സന്തോഷം. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ഞങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോകാൻ പറ്റിയില്ലോ, ഇപ്പോഴാ അതിനുള്ള സമയമായെന്ന് ആദർശ് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, അതൊക്കെ ശരിയായിരിക്കും, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, എനിക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാര്യം പറഞ്ഞ നവ്യ പ്രഗ്നന്റാ, നവ്യ ഉടനെ തന്നെ നമ്മയ്ക്ക് കുഞ്ഞുണ്ടാവും. പക്ഷേങ്കില് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു കുഞ്ഞിനാ. കാരണം ജോൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച്. ആ കുഞ്ഞായിരിക്കും വീട്ടിലെ വീണ്ടും ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൾസിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടും തെറ്റിയിട്ടില്ല. അപ്പൊ ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പില്ല ഞങ്ങള്, അതാ പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ട് ആദർശ് പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ മുത്തശ്ശാന്ന് പറയണം. പിന്നീട് അവരങ്ങോട്ട് കയറിപ്പോവാ. ആ സമയത്ത് ജലജ അങ്ങോട്ട് വന്നു. ജലജ കേട്ട് ഈ പറയുന്ന ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യമൊക്കെ, ഓഹോ, അപ്പൊ അതാണ് കാര്യങ്ങളൊക്കെ, ഹണിമൂൺ ട്രിപ്പ് പോവാണല്ലേ, അങ്ങനെ ഇതൊന്ന് കൊഴിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഈ സമയം ജാനകിയും ദേവേനയും അനാമികയും സംസാരിച്ചുകൊണ്ടിരിക്കണം. ദേവേന പറഞ്ഞു, മോൾക്ക് ആ മാല പോയതിൽ വിഷമമുണ്ടോ? വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തേലും അടുത്തൊരു ഫംഗ്ഷൻ പറ്റേ മോൾക്ക് കേട്ടോ, അതിനേക്കാളും തൂക്കത്തോടു കൂടി ഞാനൊരു മാല വാങ്ങിച്ചിരുന്നെന്ന് പറയാം. അതിന്റെ കാര്യമൊന്നുമില്ല വല്യമ്മയെന്ന് പറയണം. അങ്ങനെ പറയരുത്, കാരണം എനിക്ക് നല്ല മനസ്സിന് വിഷമമുണ്ട് ആ മാല മോഷണം പോയതെന്ന് പറയണം. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. ജലജ വന്നിട്ട് പറഞ്ഞു, ആഹാ, ഊട്ടിയാണോ കൊടൈക്കനാലാണോ അതോ മൂന്നാറാണോന്ന് ചോദിക്കണം. എന്ത്? അല്ല, ഹണിമൂൺ ട്രിപ്പ് പോന്നേ. ഓ, അതിന് ഞങ്ങൾ ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറയാണ്. ഇത് അനാമിക പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, അത് ശരിയാ, നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യങ്ങളൊന്നും ഇതിലായിട്ടും പറഞ്ഞില്ലോ എന്ന് പറയണം. ഓ, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞെന്ന് പറയാം, പിന്നെ ആരുടെ കാര്യം? അല്ല, ഏട്ടത്തി ഒന്നും അറിഞ്ഞില്ല അപ്പോഴെന്ന് ദേവേനോട് ചോദിക്കും. ഞാൻ എന്തറിയാനാ, എന്താ കാര്യം ജലജെ, നീ വന്നപ്പത്തോടെ തുടങ്ങിയതല്ല, കാര്യം എന്താന്ന് ചോദിക്കണം. അതെ, ഏട്ടത്തിയുടെ മരുമോളും മോനും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോവാന്ന് പറയണ. ഹണിമൂൺ ട്രിപ്പോ? എങ്ങോട്ട്? അതൊന്നും അറിയത്തില്ല, എങ്ങോട്ടാന്നും അറിയത്തില്ല. എങ്ങോട്ടോ, മൂന്നാറോ കൊടയ്ക്കാനോ ലൂട്ടിയെ അവിടെ ഇവിടെ ഉണ്ടൊക്കെയാന്ന് തോന്നുന്നത്. ഒരാഴ്ചത്തെ ട്രിപ്പാ. എന്നിട്ട് ഏട്ടത്തി അറിഞ്ഞില്ലേന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാ. അനാമിക പറഞ്ഞു, അല്ല, ഇതെന്താ ഇപ്പൊ അവര് ഹണിമൂൺ പോന്നേ? അതിന് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും അവർ രണ്ടുപേരും ഒന്നായിട്ടില്ലോ, അതുകൊണ്ടായിരിക്കും ഹണിമൂൺ പോന്നേ. ഇവിടെ എനിക്കൊരു ഭർത്താവുണ്ട്, അനി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി, ഈ സമയത്താണ് ഹണിമൂൺ പോകുന്നത്. പക്ഷെ ഇതുവരെയായിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല, പോകാനായിട്ട് അവനോട് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞിട്ട് അനാമിക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ജാനകി പറഞ്ഞു, പാവം മോള്, അവൾക്ക് സങ്കടമായെന്നാ തോന്നിയെന്ന് പറയാണ്. പിന്നീട് അനാമിക നേരെ മുറിയിലേക്ക് ചെല്ലുക. മുറിയിലേക്ക് എന്നിപ്പോ അനി ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നു, എപ്പൊ നോക്കിയാലും ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നാ മതി എന്ന് പറയാ. നീ എന്തിനാ എന്നെ കുറ്റപ്പെടുന്നത്? എന്താ നിന്റെ കുഴപ്പമെന്ന് ചോദിക്കാം. ദേ, നിന്റെ ഏട്ടനും ഏട്ടത്തെ കൂടെ ഹണിമൂൺ ട്രിപ്പ് പോവാ, നീ ഇവിടെ ഇരുന്നോളാൻ പറയണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഓ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് നിനക്ക് ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോകാൻ തോന്നിയില്ലോ. അതെ, ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പോകണമെങ്കിൽ ഒരു സന്തോഷമൊക്കെ വേണം, അതൊന്നും എന്റെ മനസ്സിലില്ലാന്ന് പറയണം. നിന്റെ മനസ്സിൽ ഏത് സമയത്താണ് ആ ഹണിമൂൺ ട്രിപ്പ് അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുന്നേ? അതിന് ഈ ജീവിതകാലത്ത് ഉണ്ടാവുമെന്ന് ചോദിക്കാം. എങ്ങനെ ഉണ്ടാവാനാ? നിന്നെ പോലുള്ള ഒരുത്തിയുടെ കൂടെയല്ലേ ഞാൻ താമസിക്കുന്നേ, പിന്നെ എങ്ങനെയാ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുമെന്ന് ചോദിക്കും. അതെ, ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. അവര്
രണ്ടുപേരും കൂടെ പോവാണ്, അതൊക്കെ നോക്കിയിരിക്കാനും നമുക്ക് പറ്റുള്ളൂ എന്ന് പറയണം. അതെ, ആദ്യം നീ മര്യാദയ്ക്ക് ആൾക്കാരോട് സംസാരിക്കാനെങ്കിലും ഒന്ന് പഠിക്കുക. അറിയാലോ, ഏടത്തിനൊക്കെയാണല്ലോ ഒരു ബഹുമാനം കൊടുത്ത് സംസാരിക്കാൻ പഠിക്കുക. പിന്നെ ബഹുമാനം കൊടുത്ത് സംസാരിച്ചു പോലും. അതെ, നിനക്ക് ബഹുമാനം ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ട്. അത് മാത്രമല്ല പല കുറവുകളുണ്ട്, അതൊക്കെ ഞാൻ നികത്തിയെടുത്താളാന്ന് പറയാം. പിന്നെ ഇങ്ങോട്ട് വന്നാ മതി, ഇങ്ങോട്ട് പറഞ്ഞു കേട്ടല്ലോ. ഒരു ചുക്കിനും ചുളാമിനും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അനിയെ കുറ്റപ്പെടുത്തുവാണ്. അനി പറഞ്ഞു, അതെ ഏട്ടനും ഏട്ടത്തെയും ഹണിമൂൺ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ അവരെന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി, ഇതുവരെയായിട്ട് അവരൊരിടത്തും പോയിട്ട് പോലും ഇല്ല. അവര് പോയി എൻജോയ് ചെയ്യട്ടെ എന്ന് പറയണം. ആ, അപ്പൊ നിനക്ക് എൻജോയ് ചെയ്യണ്ട അല്ലേന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ എനിക്ക് എൻജോയ് ചെയ്യേണ്ടത് മനസ്സിൽ തോന്നുന്നില്ല, തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഓ, നിനക്കിനി ഏത് കാലത്തും പോകാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം നിന്റെ മനസ്സിൽ മറ്റോളല്ലേ, ആ നന്ദു അല്ലേ നിൽക്കും. ഇതേ അനാമികെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നീ ഇങ്ങനെയൊന്നും പറയണ്ട കേട്ടോ എന്ന് പറയും. പിന്നെ ഞാൻ പറഞ്ഞാലോ കുഴപ്പം, നീ കാണിച്ചു കൊടുത്തതിന് കുഴപ്പമില്ല. നിന്റെ ഏട്ടത്തി എന്ത് പറഞ്ഞാലും നല്ലവള്, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഏട്ടത്തിന് പുകഴ്ത്താല്ലേ സമയമുള്ളെന്ന് ചോദിക്കും. അതെ, അങ്ങനെ തന്നെയുള്ളൂ. ഇത് കേട്ടപ്പം അനാമിക പറഞ്ഞു, അല്ല നിന്റെ വല്യമ്മ പോലും അവരെ തഴഞ്ഞല്ലേ നിർത്തിയിരിക്കുന്നേ, ഇതുവരെയായിട്ടും അംഗീകരിച്ചിട്ടുണ്ടോന്ന് ചോദിക്കും. അതെ, വല്യമ്മ അംഗീകരിക്കുന്ന ഒരു സമയം വരും. അതെ, എന്റെ നയനടുത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സമയം വരും. നീ കാത്തിരുന്നു, അധികം വൈകാതെ തന്നെ അത് ഉണ്ടാവും എന്ന് പറയാം. പിന്നെ ഉണ്ടാകും, അവിടെ ഇരുന്നാലും മതി എന്ന് പറയാണ്. പിന്നീട് നയനെ അങ്ങോട്ട് വന്നു കഴിയുമ്പത്തേനും നവ്യ അങ്ങോട്ട് ചെല്ലുവേണം. ആഹാ, ഹണിമൂൺ ട്രിപ്പൊക്കെ പോവാന്ന് അറിഞ്ഞല്ലോ, എന്താണല്ലോ നിന്റെ യോഗം എന്ന് പറയാണ്. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ദൂരെയൊന്നും പോണ്ട, പക്ഷെ ഈ അടുത്ത സ്ഥലത്ത് പോലും അബിക്ക് എന്നെ കൊണ്ടായിട്ടൊന്നും സമയമൊന്നും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ നയനയ്ക്ക് വല്ലാത്ത സങ്കടമായി. നയനോട് നവ്യ പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, കല്യാണത്തിന് മുമ്പ് ഭയങ്കര പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. അബി എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകുന്നൊക്കെ. കല്യാണം കഴിഞ്ഞോടെ ആ പ്രതീക്ഷയൊക്കെ പോയി. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല, നിങ്ങള് ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചവരാ. പക്ഷെ ഇപ്പോഴേ നിങ്ങൾ പ്രണയിക്കുന്നേ, നിങ്ങൾ അങ്ങനെ പ്രണയിക്കുക. ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച നന്നായിട്ട് പോയി അടിച്ചു പൊളിക്കാൻ പറയണം. ചേട്ടൻ നയനെ പറഞ്ഞു, എത്ര നാളത്തേക്കൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയണം. അപ്പോഴേക്കാണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജനെ കണ്ട നവ്യക്ക് ദേഷ്യം വന്നു. അതെ, നിങ്ങളുടെ മോനുണ്ടല്ലോ, നിങ്ങളുടെ മോനെ എന്തിനേലും കൊള്ളാവോ? ഇപ്പൊ എന്താ നിനക്ക് അങ്ങനെ തോന്നാനായിട്ട്? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് പുറത്തൊന്നും കൊണ്ടുപോയിട്ട് പോലും ഇല്ലാന്ന് പറയണേ. എങ്ങനെ കൊണ്ടാവും? നിന്റെ സ്വഭാവം വെച്ച നിന്നെ എങ്ങോട്ടേലും കൊണ്ടാൻ കൊള്ളുമെന്ന് ചോദിക്കാം. പിന്നെ എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? നിങ്ങളുടെ മോന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലെ ഈ കുറ്റം കെട്ടിവെക്കാൻ നോക്കണ്ട കേട്ടോ എന്ന് പറയണം. അതെ, തൽക്കാലത്തേക്ക് നീ ഒരിടത്തേക്കും പോണ്ട, വീട്ടിലിരുന്നാ മതി എന്ന് പറയാം. അതെ, വീട്ടിലിരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പറയാം. പിന്നീട് ശൈലജ പറഞ്ഞു, മറ്റുള്ളവര് പോകുന്ന കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഇവിടെ ഇരുന്നാ മതി. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, എന്തിനാ അപ്പച്ചി ഇങ്ങനെയൊക്കെ പറയണേ? നവ്യേച്ചിക്ക് ആഗ്രഹം കാണത്തില്ല ഇങ്ങനെ പോണെന്നൊക്കെ. പിന്നെ ആഗ്രഹം കൊണ്ട് പോലും അവളുടെ ആഗ്രഹം ഞാൻ തീർത്തു കൊടുക്കുന്നെന്ന് പറയണം. അതെ, നിങ്ങൾ കൂടുതൽ ആള് കളിക്കണ്ട, അറിയാലോ. നിങ്ങൾ ആള് കളിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങളെ വീഡിയോസ് ഞാൻ മുത്തശ്ശനെ കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ശരിക്കും കോംപ്ലക്സാ. കല്യാണം കഴിഞ്ഞിട്ട് അബി ഉണ്ടായതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കണ്ടിട്ടില്ല, അതിന്റെ കോംപ്ലക്സാ നിങ്ങൾക്ക്. മറ്റുള്ളവരോട് അത് നിങ്ങൾ തീർത്തോണ്ടിരിക്കുക, അത് ആർക്കും മനസ്സിലാകുന്നില്ലെന്നാ നിങ്ങളുടെ വിചാരം എന്ന് പറയണം. ഇത് കേട്ടതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് തന്നെ ജലജ പറഞ്ഞു, അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം നവിയെ, നീ കളിച്ച് അങ്ങോട്ട് കൂടുതൽ കേടി പറയണ്ട, അറിയാലോ. എന്തും ഏതും പറയാനായെന്ന് പറയാം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ഒരു തെറ്റുണ്ടായിട്ട് എനിക്ക് തോന്നില്ല എന്ന് പറയണം. നിങ്ങളുടെ കയ്യിലിരിപ്പ് തന്നെയാ നിങ്ങൾക്ക് കിട്ടിയ ജീവിതം. നിങ്ങളുടെ കുശുമ്പ് അത്രമാത്രമാണല്ലോ. മനസ്സ് നിങ്ങളുടെ എപ്പോഴെങ്കിലും നല്ല ചിന്ത വരാറുണ്ടോ? എല്ലാരും എങ്ങനെ നശിച്ചു പോണെന്ന് മാത്രമല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതെ, കൂടുതൽ എന്നോട് കളിക്കാൻ വരണ്ട, അറിയാലോ. കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കളി പഠിപ്പിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും ജലജയ്ക്ക് ദേഷ്യം വന്നു. ജലജ വെട്ടിത്തിരി ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാ പോന്നേ? അവിടെ നിൽക്കുക, എനിക്കൊരു ജ്യൂസ് വേണം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കേണ്ടെന്ന് പറയണം. എനിക്കിപ്പോ ജ്യൂസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയണേ. എടുക്കാൻ പറ്റില്ലേ? എന്നാ ശരി, ഞാൻ മുത്തശ്ശനോട് എന്ന് പറഞ്ഞോളാം. ഓഹ്, ഞാൻ എടുത്തോണ്ട് വരാന്ന് പറയാം. അതെ, എനിക്ക് മാത്രമല്ല, അതെ ഇവൾ കൂടെ വേണമെന്ന് പറയണം നയനയ്ക്ക്. അവൾക്കോ? അതെടുത്താഎന്താ? നിങ്ങളുടെ കയ്യിലെ വളയൂരിപ്പോ മര്യാദയ്ക്ക് എടുത്തോണ്ട് വരാൻ പറയണം. അത് ഏട്ടൻ നയനോട് എനിക്ക് വേണ്ടാന്ന് പറയാം. അങ്ങനെയൊന്നും പറയരുത്, നീ അവിടെ നിൽക്കേ, അവരെടുത്തോണ്ട് വരട്ടെ എന്ന് പറയണം. ജലജ അങ്ങനെ പെറുപുറത്ത് അങ്ങോട്ട് പോവാണ്. ഈ സമയം നയന പറഞ്ഞു, ഇതേ ദേഷ്യപ്പെട്ട് ജ്യൂസ് എടുത്തോണ്ടാ വരുന്നേ, ഇനി അതിനകത്ത് എന്തെങ്കിലും കലക്കി തരുമോന്ന് അറിയത്തില്ല എന്ന് പറയാം. പിന്നെ കലക്കി തരും പോലും. അങ്ങനെ ഒന്ന് കലക്കി തന്നു ഓട്ടെ, ഞാനാരെന്ന് അവരെ കാണിച്ചു കൊടുക്കൂന്ന് പറയണം. പിന്നീട് മുറിയില് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുക നയന. അപ്പോഴേക്കും ആദർശം അങ്ങോട്ട് വന്നു. ആദർശം വന്നിട്ട് ചോദിച്ചു, എല്ലാം എടുത്തു വെച്ചോ? തണുപ്പുള്ള സ്ഥലത്തേക്കാ പോന്നേ, അതിലുള്ളതും കൂടെ എടുത്തു വെക്കണമെന്ന് പറയാം. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആദർശേട്ടാ. ആദർശേട്ടൻ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയാം. അല്ല, നിനക്ക് സന്തോഷമുണ്ടെന്ന് ചോദിക്കും. പിന്നെ സന്തോഷിക്കാതിരിക്കുന്ന എങ്ങനെയാ? കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് നമ്മളിങ്ങനെ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയിട്ടില്ലോ എന്ന് പറയാം. അത് ശരിയാ, ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അതെങ്ങനെയാ? നമ്മുടെ മനസ്സുകൾ തമ്മിൽ ഒന്നല്ലായിരുന്നല്ലോ, രണ്ടുപേരും അകന്നല്ലേ കഴിഞ്ഞിരുന്നേ. ഒരു കട്ടിലേല് ഒരു ബെഡേ കിടന്നാൽ പോലും നമ്മുടെ മനസ്സിന്റെ അകലം അത്ര
വലിപ്പത്തിലായിരുന്നല്ലോ. പക്ഷെ ഇനിയിപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പൊ നമ്മൾ രണ്ടും ഒന്നല്ലേന്ന് ചോദിക്കും. അതെ, പോകുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ പോയിട്ട് വേണം പോകാനെന്ന് പറയാം. ഇത് കേട്ടപ്പം ഞാൻ ചോദിച്ചു, അതെന്താ ആദർശേട്ടാ? എന്താണെന്നൊന്നും അറിയത്തില്ല. നിന്റെ അമ്മയല്ലേ വിളിച്ചിട്ട് പറഞ്ഞേ എത്ര പെട്ടെന്ന് ചെല്ലണോന്ന് പറഞ്ഞങ്ങോട്ട്. അതുകൊണ്ട് അവിടെ ഒന്ന് കേറിയിട്ട് പോകാന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദനും കനകയും നന്ദും കൂടെ അടുക്കള ഭയങ്കര പാചകത്തിലാണ്. നയനയ്ക്കും ആദർശനൊക്കെ കൊണ്ടുപോകാനുള്ള പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് കനക പറഞ്ഞു, എന്താണെങ്കിലും ഇപ്പോഴാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നുന്ന നല്ല കാര്യം ഹണിമൂൺ ട്രിപ്പ് പോകാനായിട്ട്. ഗോവിന്ദൻ പറഞ്ഞു, ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് ഇത്രയും കാലമായിട്ട് നമ്മുടെ മോള് ഒരു ട്രിപ്പെങ്കിലും പോയിട്ടുണ്ടോ, ഒരു ടൂറെങ്കിലും പോയിട്ടുണ്ടോ? കോളേജിൽ നിന്ന് പോകുന്ന സമയത്ത് അവിടെ പറയും പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കും. കാരണം എന്താ, നമ്മുടെ ഈ പൈസയിൽ നമ്മൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മാത്രം അവളങ്ങനെ കാണിച്ചോണ്ടിരുന്നേ. ഇത് കേട്ടത് നന്ദു പറഞ്ഞു, അതുകൊണ്ട് എന്താ ചേച്ചിക്ക് അത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടില്ലേ? ആദർശനെ പോലെ നല്ലൊരു കുടുംബജീവിതം കിട്ടിയില്ലെന്ന് ചോദിക്കും. അത് ശരിയാ മോള് പറഞ്ഞത്. പക്ഷെ ഇനിയും നമ്മുടെ മോള് സന്തോഷിക്കുന്നതെന്ന് പറയും. ഇത് കേട്ടതും കനക പറഞ്ഞു, എനിക്ക് അന്ന് അബിയുടെ കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. അബിയാണെങ്കിൽ അവളെ വേണ്ട പോലെ പരിഗണിക്കുന്ന പോലുമില്ല. അതെനിക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. പഴയ നബിയല്ല, അവൾക്ക് ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സന്തോഷം ഉണ്ടെന്ന് പറയാം. നന്ദു പറഞ്ഞു, അത് ശരിയാ, എല്ലാം മാറുന്നേ. കുറച്ചാൾ കഴിയുമ്പോ കണ്ടു ഈ പറയുന്ന നവ്യേച്ചിയുടെ ഭർത്താവും നമ്മളും പിന്നെ ആദർശേട്ടനും അതിനടുത്ത് നമ്മളെല്ലാരും കൂടെ ഒത്തുകൂടി ഒന്നാകും കണ്ടു. അധികം വൈകാതെ അത് സംഭവിക്കുമെന്ന് പറയാം. ഒത്തിരി കാലം ഒന്നും ഈ പറയുന്ന അഭിയാനാണെങ്കിലും മാറി നിൽക്കാനോ ഒഴിഞ്ഞു മാറി നിൽക്കാനൊന്നും കഴിയില്ലെന്ന് പറയണം. അങ്ങനെയൊന്നും ആയാ മതിയായിരുന്നു, അന്നെങ്കിൽ മാത്രമേ ഇനി മനസ്സിന്റെ സന്തോഷമാവുള്ളൂ എന്നൊക്കെ കനകയും കൂടെ പറയാണ്. പിന്നീട് ആകെപ്പാടെ മൂട്ടിന് പിടിച്ച അവസ്ഥ, തീ പിടിച്ച അവസ്ഥയിൽ ദേവേനെ ഇങ്ങനെ നിൽക്കുകയാണ്. ദേവേനെ അടുത്തേക്ക് ജാനകിയും ജലജയും കൂടെ വന്നു. ജാനകി വന്നിട്ട് പറഞ്ഞു, എന്നാലും അവള് ഇത്ര പെട്ടെന്ന് ആദർശം ഇങ്ങനെ മയക്കെടുക്കും നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണെന്ന് നിൽക്കും. ജലജ പറഞ്ഞു, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പണ്ടത്തെ പോലെയാണോ? ഏട്ടത്തിയോട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവൻ അഭിപ്രായം ചോദിക്കുന്നുണ്ടോ ആദർശ്? ഇപ്പൊ തന്നെ കണ്ടില്ലേ, തോന്നിയാസല്ല അവൻ ഓരോന്ന് കാണിച്ചു കൊടുന്ന് ചോദിക്കാം. ഏട്ടത്തി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കണ്ടോ അവൾ അവനെ കറക്കിയെടുത്തോണ്ട് പോക്ക് ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു പറയണം. ജാനകി പറഞ്ഞു, അത് മിക്കവാറും ഉടനെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് അനിയ അനാമിക ആദ്യം ഹണിമൂൺ ട്രിപ്പ് കൊണ്ട് അതുപോലും അവര് പോയിട്ടില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് മറ്റൊരാണ് ഇപ്പൊ പോകാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നേ അത് അനാമികമോളെ കളിയാക്കുന്നതിന് തുല്യമാണെന്ന് തോന്നേ. അത് കേട്ടതും ജലജ പെട്ടെന്ന് ചാന്ത അങ്ങനെ പറഞ്ഞേ, അല്ല അനാമികമോളെ കൊണ്ടൊരു പണി കൊടുക്കാൻ തന്നെയാണ് അവളീ പോക്ക് പോകുന്നത് തോന്നേ. കാണട്ടെ, അവള് താനും ആദർശമായിട്ടും പോകുന്നത് കാണട്ടെ എന്നുള്ള രീതിക്കാന്ന് തോന്നുന്നത്. രണ്ടുപേരും കൂടെ ഇങ്ങനെയൊക്കെ കാണിക്കണേന്ന് പറയാണ്. ഇപ്പൊ ദേവേന് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, രണ്ടുപേരും കൂടെ പോകുന്നേ. കാരണം ഇപ്പം ജയേട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കുന്നേ. അവര് ഹണിമൂൺ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരവര്. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് അവരെ വിടാൻ താല്പര്യമായിരുന്നു. പക്ഷെ ഇവര് പോയിരുന്നോണ്ടല്ലേ. പക്ഷെ ഇപ്പൊ കണ്ടില്ലെന്ന് ചോദിക്കണം. ജലജ പറഞ്ഞു, ഈ പോക്കൊരു ഒന്നൊന്നര പോക്ക് തന്നെ കേട്ടോ. കാരണം ഇത്രയും നാളും അവർക്ക് കുഞ്ഞില്ലായിരുന്നു, അവരകന്നു കഴിഞ്ഞോണ്ടാ. പക്ഷെ ഇനി അങ്ങനെയല്ല, അവര് ഹണിമൂൺ ട്രിപ്പ് പോയി ഒന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, ഏടത്തേക്ക് വെറും കറിവേപ്പില മാത്രമായിരിക്കും. അവൾക്കൊരു കുഞ്ഞും കൂടെ പിറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനന്തപുരി വീട് അവളുടെ കയ്യിലായിരിക്കും. പിന്നെ നമ്മളൊക്കെ വെറും കൃമികളെ പോലെ അവളുടെ കാലിച്ചോട്ടി കിടക്കേണ്ട വരുമെന്ന് പറയണം. ഇത് കേട്ടോ ജാനകി പെട്ടെന്ന് പറഞ്ഞു, അതിന് എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ദേവേനെ പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ജലജെ, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഈ ദേവേനെ എന്ന് ആരാന്ന് അവൾക്ക് ശരിക്കൊന്നും അറിയത്തില്ല. അവൾക്ക് അങ്ങനെ കുഞ്ഞു പറക്കാനും പോകുന്നില്ലെന്ന് പറയണം. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി, അതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ എന്നൊക്കെ ജാനകിയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ആദർശം നയനയും കൂടെ നയനയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഈ സമയം അനാമിക ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. അനാമിക പറഞ്ഞു, മറ്റുള്ളവരുടെ സന്തോഷം തല്ലിക്കെടുത്തിട്ട് രണ്ടുപേരും കൂടെ ഒരുങ്ങി അടിച്ച് പോവായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഹണിമൂണ്. ഇത് കേട്ടതും അനാമിക വന്നിട്ട് പറഞ്ഞു, അതെ ഹണിമൂണ് പോകുന്നുണ്ട്, ഇന്നല്ല നാളെയാ ഹണിമൂണ് പോകുന്നത്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറയും. ഓ, നിങ്ങളുടെ വീട് ആ വൃത്തികെട്ട വീട്ടിലേക്കല്ലേ, അവിടുത്തെ സ്മെല്ല് പോലും പിടിക്കുന്നില്ല എന്ന് പറയണം. അതെ, അനാമിക വൃത്തികെട്ട വീടായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ഞാൻ ജനിച്ചു വളർന്ന വീടാ. പിന്നെ ഞാൻ അനാമികയുടെ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോ അറിയാം ആ നല്ല വീടാണോ അതോ വൃത്തികെട്ട വീടാണോ എന്നൊക്കെ. അനാമിക്ക് പറയാൻ എളുപ്പാ, അറിയാലോ. അനാമികയ്ക്ക് ആ പടം നാണക്കേടപ്പേ. പിന്നീട് ആദർശം പറഞ്ഞു, അല്ല അനാമിക, നീ എന്തിനാ നയനയുടെ വീടിനെ കുറിച്ച് പറയണ്ടേ? അതിന്റെ കാര്യമുണ്ടെന്ന് നിൽക്കും. ഓ, ഇനിയിപ്പം ഇവര് പോകുന്ന കൊള്ളാം, പക്ഷെങ്കിൽ ആദർശാണ് ആ വൃത്തികെട്ട വീട്ടിലേക്ക് പോകുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല, എന്തൊരു സ്മെല്ല് അവിടെ നിന്ന് ചോദിക്കുകയാണ്. അതെ, നിന്റെ വീട്ടിൽ ഇതുപോലെയൊക്കെ സ്മെല്ല് കാണുമായിരിക്കും, അങ്ങോട്ട് വന്നാൽ അറിയാം അവിടെ എന്ത് സ്മെല്ലാ ഉള്ളതെന്ന്. അനാമികയ്ക്ക് ദേഷ്യം വന്നു. അനാമിക പറഞ്ഞു,
അങ്ങനെയാണല്ലോ. രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇന്ന് ബാക്കിയുള്ളവരെ തകർക്കാനാണ് നിങ്ങളുടെ ഭാവമല്ലേ നീക്കുക. ആരെ തകർത്തു? ഒരു കാര്യം പറഞ്ഞേക്കാം അനാമികെ, ദേ ഇവിടെയുള്ള അമ്മയും അച്ഛനും അവരൊക്കെ പറയുന്നത് ഞാൻ അനുസരിക്കും. എന്നെക്കാളും മൂത്തവര്, അവർക്ക് ബഹുമാനം കൊടുക്കണം. പക്ഷെ എന്നെക്കാളും ഇളയതായിട്ട് എന്റെ അനിയത്തിയായിട്ട് വന്നു കയറി നീ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞാൽ എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. അറിയാലോ, എന്നെ കൂടുതൽ ഭരിക്കാനായിട്ട് നീ വരണ്ട. അതിനുള്ള അർഹത യോഗ്യത നിനക്കില്ല. വാ ആദർശേട്ടാന്ന് പറഞ്ഞ് ആദർശിന്റെ കൈ പിടിച്ചങ്ങോട്ട് പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അനാമിക കട്ടക്കലിപ്പായി. അനാമിക പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് രേവതിനെ വിളിക്കുകയാണ്. അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ അമ്മേ, അവര് ടൂർ പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പറഞ്ഞാ മോളെ. ഇതേ ഒരു പണി കൊടുക്കണമെന്ന് പറയാം അവറ്റെടുക്കിട്ട്. എങ്ങനെ? അവൾമാർ ഒരിക്കലും ടൂർ പോവല്ല അവര്. ഓഹോ, അതാണ് കാര്യം. മോള് ധൈര്യമായിട്ടിരിക്കുക. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം. അമ്മ വരുവോ? ഇപ്പൊ തന്നെ ഞാൻ വരാം. ഞാൻ അവരുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട്. അവരോട് അടുത്തേക്കും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് മോള് ഫോൺ കട്ട് ചെയ്തോളാൻ പറഞ്ഞ് രേവതി അനന്തപുരിയിലേക്ക് വരാനായിട്ട് റെഡിയാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനി അടുത്ത വിശേഷം ഗൗതത്തിന്റെയും നന്ദയുടെയും വിശേഷം ഉടനെ തന്നെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത്. നന്ദി.